ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്നുള്ള ചെറിയ ഒരു കഥയും അതിലെ ചോദ്യോത്തരങ്ങളുമാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD4 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. മഴ തോർന്ന നേരം കുഞ്ഞുണ്ണിയും അനസും വയൽ മുറിച്ചു പോകുന്ന ചാലിനടുത്തെത്തി. മഴവെള്ളത്തോടൊപ്പം പരൽമീനുകൾ ഒഴുകുന്ന ചാല്. അതവസാനിക്കുന്നത് വലിയൊരു കുളത്തിലാണ്. നിറയെ മീനുകളുണ്ടതിൽ. കുഞ്ഞുണ്ണി വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി. ഭാഗ്യം, മുറ്റത്ത് ആരുമില്ല. അവൻ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച തോർത്തുമുണ്ട് പുറത്തെടുത്തു. അനസ് വലിയൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ചാലിലിറങ്ങി. തലയിൽ വെള്ളപ്പൊട്ടുള്ള കണ്ണിച്ചാണും വെള്ളിക്കഷ്ണങ്ങൾ പോലുള്ള പുല്ലൻ കുഞ്ഞുങ്ങളും തലങ്ങും വിലങ്ങും കൂട്ടത്തോടെ പായുന്നു. അവർ തോർത്തുമുണ്ടിന്റെ രണ്ടറ്റവും പിടിച്ചു. മീൻകുഞ്ഞുങ്ങളെ കോരിയെടുത്തു. ഒട്ടുമിക്കതും വെള്ളത്തിലേക്ക് തന്നെ തുള്ളി. 5-6 അവരുടെ പിടിയിലായി. അനസ് കുപ്പിയിൽ പകുതിയോളം വെള്ളമെടുത്തു. കുഞ്ഞുണ്ണി മീനുകളെ ഓരോന്നായി കുപ്പിയിലേക്കിട്ടു. തോർത്തുമുണ്ട് പിഴിഞ്ഞ് അരയിൽ കെട്ടി. വാ പോകാം, കുഞ്ഞുണ്ണി ധൃതി വെച്ചു. അച്ഛൻ കണ്ടാൽ 2 പൊട്ടിക്കുമെന്ന് അവന് ഉറപ്പുണ്ട്. ബാപ്പയുടെ നീട്ടിയുള്ള വിളി കേട്ട് കുപ്പി കുഞ്ഞുണ്ണിയെ ഏൽപ്പിച്ച് അനസ് വയൽവരമ്പിലൂടെ 80 വിട്ടു. അമ്മ കണ്ടാൽ അച്ഛൻ അറിയുമല്ലോ. എന്താ ഒരു വഴി? കുഞ്ഞുണ്ണി ആലോചിച്ചു. പിന്നെ സാവധാനം ചായ്പിലേക്ക് നടന്നു. അവിടെ ഒരു മൂലയിൽ കുപ്പി വെച്ചു. വൈകിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് അവൻ ഓർത്തത്. അയ്യോ, മീൻകുഞ്ഞുങ്ങൾക്ക് തിന്നാനൊന്നും കൊടുത്തില്ലല്ലോ. കുഞ്ഞുണ്ണി തൈത്തടത്തിൽ കമ്പുകൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി. അവൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഒരു മണ്ണിരയെ വലിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി ചായ്പിലേക്ക് ഓടി. തിരിച്ചിറങ്ങുമ്പോൾ മുറ്റത്തതാ അച്ഛൻ. എന്താടാ ഒരു കള്ളത്രാണം? പോ, വേഗം കുളിച്ചുവാ. അച്ഛൻ്റെ സ്വഭാവം ഇതാണ്. വികൃതി കാണിച്ചാൽ അന്നേരം പിടിച്ചു പൊട്ടിക്കില്ല. രാത്രി കിടക്കാൻ നേരത്താണ് കലാപരിപാടി. ഇന്നത്തെ രാത്രി കുശാലായി. കുഞ്ഞുണ്ണി അറിയാതെ ചന്തി തടവി. രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയെ വിളിച്ചു. അവൻ പേടിയോടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ കിടക്കുകയാണ്. വാ, നീ ഇവിടെ കിടക്ക്, ഞാനൊരു കഥ പറയാം. കുഞ്ഞുണ്ണി ആശ്ചര്യപ്പെട്ടു. ഇല്ല, അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ കഥ പറയാൻ തുടങ്ങി. കുമ്മാട്ടി എന്ന സിനിമയുടെ കഥയാണ്. ആരംഭത്തീരമ്പത്തൂരമ്പത്ത് എന്ന പാട്ടുപാടി കുമ്മാട്ടിയായ അപ്പൂപ്പൻ വരികയാണ് ചിണ്ടൻ എന്ന കുട്ടിയുടെ ഗ്രാമത്തിലേക്ക്. ചിണ്ടനും കൂട്ടുകാരും കുമ്മാട്ടിയുമായി ചങ്ങാത്തത്തിലായി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മുഖം മൂടി അണിഞ്ഞ് പാട്ടും പാടി ആട്ടമാടുന്ന കുട്ടികളെ കുമ്മാട്ടി മൃഗങ്ങളും പക്ഷികളുമാക്കി മാറ്റി. അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നും കളിച്ചുകൊണ്ടിരുന്നു. ചിണ്ടൻ ഒരു നായയായി. പെട്ടെന്ന് അവർക്കിടയിലേക്കൊരു നായ വന്നു. അത് നായയായ ചിണ്ടനെ കണ്ടു. അത് ചിണ്ടന് നേർക്ക് നാക്കു നീട്ടി പല്ലുകാട്ടി മുരണ്ടുകൊണ്ട് അടുത്തു. അവൻ ഓടി. നായ പിന്നാലെ ഓടി. അത് ചിണ്ടനെ ദൂരേക്ക് ഓടിച്ചു. ഇതൊന്നും കുമ്മാട്ടിയോ കൂട്ടുകാരോ അറിഞ്ഞില്ല. അയ്യോ, എന്നിട്ട്? കുഞ്ഞുണ്ണി ജിജ്ഞാസുവായി. കുമ്മാട്ടി കുട്ടികൾക്ക് മനുഷ്യരൂപം തിരിച്ചു നൽകി. മുഖംമൂടികൾ വാങ്ങി പാട്ടും പാടി മറ്റൊരു നാട്ടിലേക്ക് യാത്രയായി. കുട്ടികൾ സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചു. എന്നാൽ ചിണ്ടനോ? പാവം ചിണ്ടൻ, അവന് രൂപം തിരിച്ചു കിട്ടില്ലല്ലോ. കുഞ്ഞുണ്ണിക്ക് വ്യസനമായി. അതെ, നായയായ ചിണ്ടൻ ഒരു നഗരത്തിലെത്തി. അവിടെ ഒരു വീട്ടുകാർ അവനെ കൂട്ടിലിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. ചിണ്ടന് തീരെ വയ്യാണ്ടായി. അവർ അവനെ വിട്ടയച്ചു. ചിണ്ടൻ തൻ്റെ നാട്ടിലേക്ക് ഓടി. വീട്ടിലെത്തി. വീട്ടിലെ തത്ത അവനെ തിരിച്ചറിഞ്ഞു. അമ്മയും അനുജത്തിയും തിരിച്ചറിഞ്ഞു. അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തു. പാത്രത്തിൽ കഞ്ഞി കൊടുത്തു. ചിണ്ടൻ നക്കി നക്കി കുടിച്ചു. അച്ഛാ, ചിണ്ടന് മനുഷ്യരൂപം കിട്ടാൻ എന്താ വഴി? കുഞ്ഞുണ്ണി സങ്കടത്തോടെ ആരാഞ്ഞു. ഒരു വഴിയേ ഉള്ളൂ, ആ കുമ്മാട്ടി വരണം. അച്ഛൻ കഥ തുടർന്നു. ഋതുക്കൾ മാറി വന്നു. ചിണ്ടന് പുറത്തു പോകാൻ പറ്റാതായി. കൂട്ടുകാരൊന്നിച്ച് കളിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയില്ലല്ലോ. ഒരു ദിവസം ചിണ്ടൻ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാട്ട് കേട്ടു. ആരംഭത്തീരമ്പത്തൂരമ്പത്ത്. അവൻ ചാടി എഴുന്നേറ്റ് ശരവേഗത്തിലോടി. അതെ, അത് നമ്മുടെ കുമ്മാട്ടിയായിരുന്നു. ചിണ്ടൻ കുമ്മാട്ടിയുടെ കാൽക്കൽ വീണു. മോനെ ചിണ്ട. കുമ്മാട്ടി അവനെ തിരിച്ചറിഞ്ഞു. അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഉടനെ ചിണ്ടന് മനുഷ്യരൂപം കിട്ടി. ഹായ്, കുഞ്ഞുണ്ണി കൈയടിച്ചു. ചിണ്ടൻ വീട്ടിലേക്കോടി. വീട്ടിലെത്തിയ ചിണ്ടൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ചിണ്ടൻ കൂട് തുറന്ന് തൻ്റെ തത്തയെ കയ്യിലെടുത്ത് മുറ്റത്തേക്കിറങ്ങി. അതിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു. അത് പറന്ന് പറന്ന് ആകാശത്തുള്ള പറവക്കൂട്ടത്തിൽ ഒന്നായി ചേരുന്നത് ചിണ്ടൻ നോക്കി നിന്നു. എന്തുകൊണ്ടാണ് ചിണ്ടൻ തൻ്റെ തത്തയെ വിട്ടയച്ചത്? കഥ അവസാനിപ്പിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു. കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥ നായ ആയിരുന്നപ്പോൾ ചിണ്ടന് മനസ്സിലായി. അതുകൊണ്ടല്ലേ? അതേ മോനെ, സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്ര വലുതാണെന്നോ.
നേരമേറെയായിട്ടും കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല. കൂട്ടിലിട്ട ചിണ്ടൻ്റെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. പെട്ടെന്ന് ആ കൂട് ഒരു കുപ്പിയാകുന്നതും ചിണ്ടൻ മീൻകുഞ്ഞുങ്ങളായി മാറുന്നതും ഞെട്ടലോടെ അവൻ കണ്ടു. അവൻ ചാടി എണീറ്റു. വിയർത്തു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു. പതിവിലും നേരത്തെ എണീറ്റ് അവൻ ചായ്പിലേക്ക് പോയി. കുപ്പിയെടുത്ത് ചാലിലേക്ക് ഓടി. തെളിഞ്ഞ ചാലിലേക്ക് അവൻ മീൻകുഞ്ഞുങ്ങളെ ഒഴുക്കിവിട്ടു. അവ മീൻപറ്റത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണി നോക്കി നിന്നു. അവൻ്റെ മുഖം പ്രസന്നമായി. അപ്പോൾ ഒരു ചാറ്റൽ മഴ അവനെ തഴുകി. എഴുതിയത് സുരേന്ദ്രൻ കാടങ്കോടാണ് കേട്ടോ. എന്താ മക്കളെ കഥയിൽ പറഞ്ഞിരിക്കുന്നത്? മക്കൾക്ക് കഥയൊക്കെ ഇഷ്ടമായില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞുണ്ണിയും അനസും കൂട്ടുകാരാണ്. അവർ രണ്ടുപേരും പാടത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പരൽമീനുകളെയൊക്കെ പിടിക്കുന്നു. കുഞ്ഞുണ്ണിക്ക് മീനിനെ പിടിച്ചപ്പോൾ ഒരു ഭയമുണ്ട്, പേടിയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അച്ഛൻ കണ്ടാൽ വഴക്ക് പറയും. അച്ഛൻ ഇങ്ങനെ മീൻ കുഞ്ഞുങ്ങളെ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ പിടിച്ചു വെക്കുന്നതൊന്നും അച്ഛന് ഇഷ്ടമല്ല. അങ്ങനെ അച്ഛനും അമ്മയും ഒന്നും കാണാതെ കുഞ്ഞുണ്ണി ആ മീനുകളെ ഒരു കുപ്പിയിലാക്കി, അനസ് കൊണ്ടുവന്ന കുപ്പിയിലാക്കിയിട്ട് ചായ്പിൽ വെക്കുന്നു. അനസിനെ ഇവർ മീൻ പിടിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ വിളിക്കുന്നത് കൊണ്ട് അനസ് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഈ കുപ്പി കുഞ്ഞുണ്ണി ചായ്പിൽ വെക്കുന്നു. അച്ഛൻ അവനെ കുഞ്ഞുണ്ണി ചായ്പിൽ നിന്ന് വരുന്നത് കാണുന്നു. അച്ഛൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. കുഞ്ഞുണ്ണി പേടിച്ച് ഒന്നുമില്ല എന്ന് പറയുന്നു അല്ലേ. അങ്ങനെ അച്ഛൻ അവന് രാത്രി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് കഥയാണ്? കുമ്മാട്ടിയുടെയും ചിണ്ടൻ്റെയും കഥ. കുമ്മാട്ടി ഒരു രൂപം കെട്ടി വരുന്ന ഒരാളാണ്. എന്നിട്ട് കുമ്മാട്ടി ചിണ്ടൻ്റെ നാട്ടിലെത്തുന്നു. ചിണ്ടനും കൂട്ടുകാരും ഒക്കെ അവർക്ക് വ്യത്യസ്ത ജീവികളുടെ മുഖം മൂടി കൊടുക്കുന്നു. എന്നിട്ടോ അവരെ മനുഷ്യരൂപത്തിൽ നിന്നും ഈ ജീവികളുടെ രൂപത്തിലേക്ക് കുമ്മാട്ടി മാറ്റുന്നു. അങ്ങനെ ചിണ്ടൻ ആരായിരുന്നു? ഒരു നായയുടെ രൂപമായാണ് മാറുന്നത്. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു നായ ഇവരുടെ ഇടയിലേക്ക് വരുന്നു. ചിണ്ടൻ നായയുടെ രൂപമായതുകൊണ്ട് തന്നെ ഈ നായ ചിണ്ടനെ ഓടിക്കുന്നു. ചിണ്ടൻ അങ്ങനെ ഒരു നഗരത്തിലെത്തുന്നു. അവിടെ ഒരാൾ അവനെ പിടിച്ച് ഒരു കൂട്ടിലടയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവന് കൂട് തുറന്ന് അവന് വയ്യാതാകുമ്പോൾ ഇവർ വിട്ടയക്കുന്നു. അങ്ങനെ ചിണ്ടൻ അവൻ്റെ നാട്ടിലേക്ക് തിരികെ എത്തുന്നു. അമ്മയും അനുജത്തിയൊക്കെ അവനെ തിരിച്ചറിയുന്നു. പിന്നീട് ഒരു ദിവസം കുമ്മാട്ടിയുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ ചിണ്ടൻ അങ്ങോട്ട് വേഗം ഓടുന്നു. കുമ്മാട്ടി ചിണ്ടനെ തിരിച്ചറിയുന്നു. തിരികെ അവന് മനുഷ്യരൂപം തന്നെ കൊടുക്കുന്നു. നായയുടെ രൂപം മാറി മനുഷ്യരൂപം തന്നെ കൊടുക്കുന്നു. അങ്ങനെ മനുഷ്യരൂപം കിട്ടിയ ചിണ്ടൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവരുടെ വീട്ടിൽ അവൻ കൂട്ടിലാക്കി വെച്ചിരുന്ന തത്തയെ ചെന്ന് തുറന്നു വിടുകയാണല്ലേ. കാരണം എന്താണ്? ചിണ്ടൻ കൂട്ടിൽ കിടന്ന സമയത്ത് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവന് മനസ്സിലായിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയാണല്ലേ അകപ്പെടുന്നത്. ആ ബുദ്ധിമുട്ടുകൾ അവന് മനസ്സിലായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കുമല്ലോ ഈ പക്ഷിക്കുമെന്ന് അവൻ തിരിച്ചറിയുന്നു. ഈ കഥ കേട്ട് കുഞ്ഞുണ്ണിയും എന്ത് തിരിച്ചറിയുന്നു? താൻ പിടിച്ചു വെച്ച മീൻ കുഞ്ഞുങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെയാണല്ലോ എന്ന് തിരിച്ചറിയുന്നു. പിറ്റേ ദിവസം അവയെ പുഴയിലേക്ക് തന്നെ അല്ലെങ്കിൽ ചാലിലേക്ക് തന്നെ തുറന്നു വിടുന്നു. ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. കഥയിലെ ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഭാഗം ഏതാണ്? എന്തുകൊണ്ട്? അച്ഛൻ കുമ്മാട്ടിയുടെയും ചിണ്ടൻ്റെയും കഥ പറയുന്നതും കഥയ്ക്ക് അവസാനം സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്രയാണെന്നോ എന്നൊരു സന്ദേശം കൊടുക്കുന്നതുമായ ഭാഗമാണ് എനിക്ക് ഏറെ പ്രാധാന്യം എന്ന് തോന്നിയത്. ചിണ്ടൻ്റെ കഥയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൂട്ടിലിട്ട തത്തയ്ക്കും ചങ്ങലക്കിട്ട നായയ്ക്കും കുപ്പിയിലാക്കപ്പെട്ട മീനിനും എല്ലാം നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അതേ വില തന്നെയുണ്ട്. സ്വാതന്ത്ര്യം എന്നത് അവരുടെയും അവകാശമാണ്. അതില്ലാതാക്കാൻ മനുഷ്യരായ നാം ശ്രമിക്കരുത്. ചോദ്യം 2. സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിക്കുന്ന വിഷമങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നത് വേദനാജനകമാണ്. അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ സഹാനുഭൂതിയോടും അനുകമ്പയോടെയും പ്രതികരിക്കുകയും സാധ്യമെങ്കിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വേദനയാകുമ്പോഴാണ് നാം മെച്ചപ്പെട്ട മനുഷ്യരാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ കുഞ്ഞുണ്ണിയുടെ മീനുകൾ എന്നുള്ള ഈ ചെറിയ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്